നേമത്തോ വട്ടിയൂർക്കാവിലോ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കണമെന്നത് ബിജെപിയുടെ തീരുമാനമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അതുകണ്ട് വിദ്യാഭ്യാസ മന്ത്രി ഇളകേണ്ടെന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും വിശ്വസിക്കരുതെന്നും വ്യക്തികളെയാണ് വിശ്വസിക്കേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശൂർ കോർപ്പറേഷൻ 35-ാം ഡിവിഷൻ കണ്ണംകുളങ്ങരയിലെ NDA സ്ഥാനാർത്ഥി മുംതാസിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച കുടുംബയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രി. നേമത്ത് മത്സരിക്കും അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് മത്സരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ മനസ്സിലാക്കലാണ്, പാർട്ടിയുടെ തീരുമാനവും ആയിരിക്കാം. അതിനെക്കുറിച്ചൊന്നും വിദ്യാമന്ത്രി അത്ര ഇളകണ്ട, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ആരൊക്കെ എവിടെയൊക്കെ വരുത്തണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയിലൊന്നും വിശ്വസിച്ചിട്ട് ഇനി ഒരു കാലത്തും ഒരു ഗുണവുമില്ല. വ്യക്തികളെ വിശ്വസിക്കണം. ആ വ്യക്തികളുടെ സംഘം, ആ സംഘത്തിൻ്റെ ബലം എന്താണ്? ജനാധിപത്യം ജനങ്ങളുടെ വഴിക്ക് വരും. ഇല്ലെങ്കിൽ ഈ വക സാധനങ്ങളുടെ കൂടെ പോകത്തുള്ളൂ ജനാധിപത്യം. അപ്പോൾ ഇത് നമ്മൾ വോട്ടിങ്ങിൽ, ഞാൻ അടക്കമുള്ള രാഷ്ട്രീയമില്ലാതിരുന്ന ഒരു സമൂഹത്തിൻ്റെ വോട്ടിംഗ് തന്ത്രം കൃത്യമായി ആവിഷ്കരിക്കാത്തതിൻ്റെ പുറത്ത് വന്ന അബദ്ധമാണ് നമുക്ക് പറ്റിയത്. കള്ളന്മാരുടെയും വഞ്ചകരുടെയും പാർട്ടികൾക്ക് വോട്ട് ചെയ്യരുത്. സ്വർണവും ചെമ്പും ചുരണ്ടിയെടുക്കുന്നവരെ ജനാധിപത്യ വിശ്വാസികൾ വോട്ടിംഗ് തന്ത്രം ആവിഷ്കരിച്ച് വീഴ്ത്തണം. കൂടുതൽ സത്യങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുറത്തുവരും. തൃശൂർ കോർപ്പറേഷനിലെ ഭരണം BJP നേടിയാൽ കഴിഞ്ഞ 25 വർഷത്തേക്കാൾ വളർച്ചയുണ്ടാക്കുമെന്ന് സുരേഷ് ഗോപി ഉറപ്പ് നൽകി. കോർപ്പറേഷൻ ഭാരതീയ ജനതാ പാർട്ടി നേടിയാൽ ഉറപ്പ് തരുന്നു, ഈ കഴിഞ്ഞ ഒരു 25 വർഷമില്ലാത്ത വളർച്ച, വികസനത്തിൻ്റെ വളർച്ച, ജനങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന അനുഗ്രഹത്തിൻ്റെ വളർച്ച, ഇതെല്ലാം ക്രമാതീതമായി വർദ്ധിക്കും. മുംതാസിനെ ചൂണ്ടിക്കാട്ടിയുള്ള പ്രതികരണം ഇങ്ങനെ: അതിനുള്ള ചങ്കുറ്റം കാണിച്ച പെൺകുട്ടിയല്ല മതേതരത്വം, മറ്റതെല്ലാം മതേതറകളാണ്. BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, സ്ഥാനാർത്ഥി മുംതാസ് തുടങ്ങിയവരും പങ്കെടുത്തു. TCV തൃശൂർ.